നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റംബൂട്ടാൻ എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇവിടെ നിന്ന് പറിച്ച റംബൂട്ടാൻ ആർക്കമ്മ കൊടുക്കണം? സ്വന്തം ഡാഡിക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഇനി എന്ത് കാച്ചാലും അമ്മയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം അമ്മയ്ക്കുണ്ട്. അങ്ങനെ അതും ഇല്ലാതെ വാരിപ്പറിക്ക് നേരെ ആലങ്കോട് എത്തിയപ്പോൾ തന്നെ അമ്മ റംബൂട്ടാൻ അപ്പനെ കൊടുത്തു. കാരണം അപ്പനാണ് കൊണ്ടുപോകും. റംബൂട്ടാന്റെ ചടങ്ങ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത പോകേണ്ടത് നമുക്ക് അടുക്കളയിൽ പോയിട്ട് നല്ല ചൂരക്കറിയും 2 ദോശയും കഴിക്കാം. ദോശയും കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ച നേരെ പോയി നല്ല ഇറച്ചി മേടിക്കുക. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. അങ്ങോട്ട് മണന്നാക്കുക, ഇങ്ങോട്ട് തൊപ്പിച്ചെന്ന്. അങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ചില ഗൾഫിലെ കയ്യിൽ എന്തിനും ഞാൻ കൊടുത്തുകൊണ്ടുവന്നു. പണ്ട് അച്ഛനെ കൊണ്ടുവന്ന കയ്യിലായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ വെട്ടുമലക്കറി മേടിക്കാൻ വന്നത്. അവിടെ നിന്ന് ആവശ്യമുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും മല്ലിയിലും പിന്നെ സവാളയും മേടിച്ചുകൊണ്ട് നേരെ ഇറങ്ങിയിട്ട് അപ്പം നമുക്ക് ഇനി പോകേണ്ട ഈ പള്ളിയുടെ താഴെ കിടക്കുന്ന ഈ വഴി കൂടെ നമുക്ക് നേരെ അമ്മാമ്മ വീട്ടിൽ പോകാം. വീട്ടിൽ ചെന്ന് തന്നെ അമ്മച്ച് കറിയെല്ലാം വെച്ച് ഞാൻ നേരെ നല്ലൊരു ഇലയും വെട്ടി. പിന്നെ തലേദിവസത്ത് നല്ല ജാമ്പയ്ക്ക് അച്ചാറ് പപ്പയ്ക്ക് വിഴുക്കുരുട്ടി ഇന്നത്തെ ആയിരുന്നില്ല. പിന്നെ സലാഡ് കൊണ്ടുവന്നതിന് ശേഷം നല്ല ചോറ് കൊണ്ടുവന്നിട്ട് റേഷനരി ചോറിൽ ഇച്ചിരി കിഴങ്ങും വെച്ചിട്ട് അതിൽ കുറച്ച് ചിക്കൻ കറി കൊണ്ടോട്ട് ഒരു ഇളക്കുണ്ട്. ചൂട് ചിക്കൻ ആയതുകൊണ്ട് പിന്നെ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ സെറ്റ് ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മച്ച് നല്ല ചൂരക്കറി കൊണ്ടുവന്നു. ചൂരക്കറിയും കൂടി ഒരു പിടിയും പിടിച്ച്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.